ഈ അടുത്ത സമയത്ത് മാതൃഭൂമി ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിബേറ്റ് നടന്നു. ആ ഡിബേറ്റിനകത്ത് ഒരു മോഡറേറ്റർ ഉണ്ട്, പ്രധാനമായിട്ടും സംസാരിക്കുന്ന രണ്ടുപേരാണ്. ഒന്ന് രാജഗോപാൽ വളരെ സീനിയർ ജേർണലിസ്റ്റാണ്. അദ്ദേഹം നേരത്തെ ബിസിനസ് സ്റ്റാൻഡേർഡിലായിരുന്നു. അവിടെ നിന്നാണ് ടെലഗ്രാഫിൻ്റെ നല്ലൊരു എഡിറ്റർ. ടെക്സ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നല്ലപോലെ എഡിറ്റ് ചെയ്ത് ഹെഡ്ലൈനൊക്കെ ഇടുന്ന കാര്യത്തിൽ ഒരു അഗ്രഗണ്യനായിട്ടാണ്. വളരെ ഷാർപ്പാണ്, പ്രിസൈസാണ്. അദ്ദേഹത്തോട് വർക്ക് ചെയ്ത പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് വളരെ മെച്ചപ്പെട്ട ഒരു എഡിറ്ററാണ്. പിന്നീട് മലയാളത്തിലെ 24-ൻ്റെ ശ്രീകണ്ഠൻ നായർ. ഇപ്പം രാജഗോപാൽ ശ്രീകണ്ഠൻ നായരോട് ചോദ്യം ചോദിച്ചു. നിങ്ങൾ ആ ചോദ്യം കേട്ട് കാണും. രാജഗോപാൽ പറഞ്ഞ ശ്രീകണ്ഠൻ നായരോട് ചലഞ്ച് ചെയ്യുന്നു, താങ്കളുടെ ചാനൽ, അതായത് ന്യൂസ് ഓർഗനൈസേഷൻ, അതായത് 24 ന്യൂസ്, ഞാൻ രണ്ടുപേരെ കുറ്റപ്പെടുത്തി പറയുമൊന്നുമല്ല, ഇത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എന്താണ് അതിൻ്റെ അകത്തുണ്ടായ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഫൈനലി അനലൈസ് ചെയ്യണം. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു. നിങ്ങൾ റിസർച്ച് ചെയ്ത് ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ ആൾക്കാരെ കാർന്ന് അടുത്ത തലമുറ, ഇപ്പോഴത്തെ തലമുറയെ നശിപ്പിക്കുന്ന ഡ്രഗിനെ പറ്റി നിങ്ങൾ സ്റ്റോറി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? പിന്നീട് അത് കൂട്ടിച്ചേർത്ത വാചകമുണ്ട്. അതായത് നിങ്ങളുടെ ശ്രീകണ്ഠൻ നായരുടെ ചാനലിനകത്ത് ഗ്രാഫിക്സും പിന്നീട് പാട്ട് പാടുക, ഇതല്ലേ കാണിക്കുന്നത്? ചലഞ്ച് ചെയ്യുന്നു, താങ്കൾ ഈ വിഷയത്തിൽ എന്താണ് ഉണ്ടായ സംഭവം? ചലഞ്ച് ചെയ്താണ് ചോദിച്ചത്. ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്നത് കൊട്ടാരക്കര കുന്നിക്കോയ, ഞാൻ പത്തനാപുരക്കാരനാണ്. അദ്ദേഹം ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ സംഭവമാണ്. ബേസിക്കലി ആ ചർച്ച കാണുന്നവർക്കറിയാം ശ്രീകണ്ഠൻ നായരുടെ വേടി തീർത്ത കൈ കൊടുത്ത അയാൾ. എങ്ങനെ? ശ്രീകണ്ഠൻ നായർക്കറിയാം അയാളുടെ ചാനല് ഈ പറയുന്ന ഡ്രഗുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ സ്റ്റോറി ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ചാനൽ കാണും, ഒരു കൊള്ളാവുന്നൊരു സ്റ്റോറി ഇന്ന് വരെ ചെയ്യാത്ത സ്റ്റോറി. ഡിബേറ്റ് അല്ല, സ്റ്റോറിയും ഡിബേറ്റും വ്യത്യാസമാണ്. അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോയി കണ്ടെടുത്ത് മനസ്സിലാക്കി ജനങ്ങളുടെ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഹാർഡ് കോർ സ്റ്റോറീസ് എന്ന് പറയും. ചെറിയ സിമ്പിൾ സ്റ്റോറി അല്ല ഈ പറയുന്നത്. ഇതിന് ജേർണലിസം ഭാഷയിൽ സ്റ്റോറി എന്നാണ് പറയുന്നത്. ഇന്ന് വരെ ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൽ റേറ്റിങ്ങിൽ 1ാം സ്ഥാനത്താണ്. ഇത് ബേസിക്കലി മലയാളികളെ മുഴുവനും ഫൂളാക്കുവാണ് ഇവിടുത്തെ ചാനലുകൾ. കാരണം ഇത് പറയാൻ എനിക്ക് ഞാൻ ശരിക്കും യോഗ്യതയുള്ള ആളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഞാൻ അതിൻ്റെ പുറകെ നടന്നത് ഇന്നാണെങ്കിൽ പോലും ഞാൻ സഫർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ 24-ഓ റിപ്പോർട്ടറോ ഏഷ്യാനെറ്റോ മലയാള മനോരമയോ മാതൃഭൂമിയോ ഇന്ന് വരെ അവർ ഒരു ഹാർഡ് കോർ ഇൻവെസ്റ്റിഗേഷൻ അവർ നടത്തിയതായിട്ടും ആ ചാനലിൽ കൊണ്ടുവന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ചോദ്യമാണ് നിങ്ങൾ. കാരണം ഈ കേരളത്തിൽ പല ഇഷ്യൂസുണ്ട്, ഇതിനെപ്പറ്റി അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ ശരിക്കും ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് നടത്താൻ കഴിയാത്തത്? ഞാൻ ഓരോ ഇഷ്യൂസും നിങ്ങളുടെ മുമ്പിൽ വെക്കൂ. എന്തുകൊണ്ടാണ് അവർ ഡ്രഗിൻ്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് എനിക്ക് കോപ്പ് ചർച്ചയുടെ കാര്യമല്ല പറഞ്ഞു. ഒരുത്തം വന്നോ ആദ്യം 4 മിനിറ്റ് സംസാരിക്കുന്നത് എന്തൊക്കെയോ വിടുവാത്തരം പറയുന്നു, അത് കഴിഞ്ഞ് ചർച്ച നടത്തുന്നത്. അതല്ല ഞാൻ പറഞ്ഞ സ്റ്റോറീസ്. അതായത് എക്സ്ക്ലൂസീവായിട്ടുള്ള എക്സ്പോസേ തുറന്ന് കാണിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചാനൽ നടത്തി കാണിക്കാൻ പറ്റും. രാജഗോപാൽ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് ഈ സംഭവം അറിയാം. കാരണം ഈ ചാനലുകാർക്കും നടത്തിപ്പുകാർക്കും മാനേജ്മെൻറ്റിനും ഭയമാണ്. എന്താ ഭയം? ഇപ്പം ഡ്രഗിൻ്റെ സ്റ്റോറി എടുക്കുക. ഈ ഡ്രഗിൻ്റെ സ്റ്റോറി എടുത്തു കഴിഞ്ഞ് ഒരു 3-4 റിപ്പോർട്ടേഴ്സിനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കണ്ണി എവിടുന്നാണ് ഇത് തുടങ്ങുന്നത്? ഇത് വലിയ സംഭവം. റോക്കറ്റ് ടെക്നോളജിയുടെ ആവശ്യമൊന്നുമില്ല. ഏകദേശം 1-1.5 മാസം കൊണ്ട് ടീമിനെ ഉണ്ടാക്കി ഒരുവിധം നല്ല ഫണ്ടും ചെയ്ത് ടൂൾസും കൊടുക്കണം. പലയിടത്തും സ്പൈ ക്യാം ഓപ്പറേഷൻ ചെയ്യണം. എവിടെ ചെന്ന് എത്തി നിൽക്കുന്ന നിങ്ങൾക്കറിയോ? ഞാൻ ഇതായിട്ട് പറഞ്ഞ ഇത് എത്തി നിൽക്കുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ മുകളിൽ.
ഈ കമ്മ്യൂണിറ്റിയെ ലീഡ് ചെയ്യുന്നുണ്ട് അവർ പൊളിറ്റീഷ്യന്. ഈ പൊളിറ്റീഷ്യനും കമ്മ്യൂണിറ്റി ഇവർക്ക് പേടിയാ. അതുകൊണ്ടാണ് ഇവർ ചെയ്യാത്തത്, എൻ്റെ ഒരു അനുമാനം. കാരണം അവർ കേരളത്തിലെ പവർഫുൾ പൊളിറ്റീഷ്യനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ സാധനത്തെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കും? പക്ഷെ അത് പബ്ലിക് ഡൊമൈനിൽ കൊടുക്കണം. ഇന്നതാണ് നടക്കുന്നത്, ഇന്നതാണ് ഡ്രഗ്. അവിടെ ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ ആ മനുഷ്യന് ജേർണലിസം അറിയത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത് അത് ഗവൺമെന്റ് ചെയ്യട്ടെ. ഗവൺമെന്റ് ചെയ്തപ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ് മീഡിയയുടെ റോൾ എന്തുവാ? മീഡിയയുടെ റോളുണ്ട്. ബാർക്കിംഗ് ഡോഗ്, കുരയ്ക്കുന്ന പട്ടി. ഈ മീഡിയയാണ് ഇത് എക്സ്പോസ് ചെയ്ത് കാണിക്കേണ്ടത്. ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ആരാണ് പുറകില്, അൾട്ടിമേറ്റ് ആയിട്ട് ആരാണ് എക്സ്പോസ് ചെയ്ത് വരും. ഉദാഹരണം പറയാം ഞാൻ, ഈ തെഹൽക്ക ഓപ്പറേഷൻ നിങ്ങൾ കേട്ടോ, ഓപ്പറേഷൻ വെസ്റ്റേൺ, BJP ഗവൺമെന്റിനെതിരെ. അത് BJP ഗവൺമെന്റിനെതിരെ ഉണ്ടായ സംഭവമൊന്നുമല്ല. ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ്ങിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ബോംബെ യാത്ര നടത്തുന്നു. ഇപ്പോൾ പൂനെയിൽ നിന്ന് ബോംബെ ട്രെയിൻ യാത്രയെ പരിചയപ്പെട്ട ഒരാളാണ് അനിൽ മാൾവി. അവിടെ നിന്നാണ് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് വന്ന് അയാൾ ഡൽഹി വരുന്നു. ഞാനൊരാളെ പരിചയപ്പെടുത്തു, ശശി എന്ന് പറഞ്ഞൊരു മലയാളി. അവിടെ നിന്നാണ് ഈ സ്റ്റോറി ബിൽഡപ്പ് ചെയ്യുന്നത്. ഇത് ബിൽഡപ്പ് ചെയ്യുമ്പോഴൊന്നും നമുക്കറിയത്തില്ല ഇത് എവിടം വരെ ചെല്ലുന്നു എന്ന്. ഒരു തമാശന് ചെയ്ത പരിപാടിയാണ്. ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ് അല്ലാത്ത രീതി റെക്കോർഡ് ചെയ്ത്, പക്ഷെ ഇത് തമാശന് ചെയ്ത പരിപാടിയാണ്. കാരണം മുഴുവനും ഞാനാ ചെയ്ത്. ഏകദേശം 100-ൽ പരം വീഡിയോ ഉണ്ട്. അവസാനം ഇത് ശശിയിൽ പോയി അവിടുന്ന് കേണലായി, കേണലിൽ നിന്ന് ബ്രിഗേഡിയറായി, ലെഫ്റ്റനന്റ് ജനറലായി, പിന്നെ സീനിയർ IAS ഓഫീഷ്യൽസായി, പൊളിറ്റീഷ്യൻസായി, ഇന്ത്യ ഭരിക്കുന്ന നേതാക്കൾ മുഴുവൻ ഒന്നടങ്കം ഇതിൻ്റെ അകത്ത് കയറി വന്നു. അതായത് ചെറിയ ലെവലിൽ നിന്ന് മേളിലും. പിന്നെ പല ഫിക്സേഴ്സ്, വീലേഴ്സ് ആൻഡ് ഡീലേഴ്സ്, പുറത്തു നിന്ന് ആയുധ കച്ചവടം നടത്തുന്നവർ, അതായത് നമ്മുടെ പണം ലൂട്ട് ചെയ്യുന്നവർ, ഇതാണ് എക്സ്പോസ് ചെയ്തത്. അപ്പോഴാണ് ഗവൺമെന്റ് കിടുങ്ങിപ്പോയത്. അതിൻ്റെ പേരിലാണ് തെഹൽക്ക അനുഭവിച്ചത്. ഞാൻ ഇപ്പോഴും കേസ് നടത്തുകയാണ്, ഞാൻ ഇപ്പോഴും കേസിൻ്റെ വിറ്റ്നസ് ആണ്, ഇപ്പോഴും എന്നെ ഹറാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് ആ കേസ് സക്സസ്. അതായത് വിടുവാത്തരം പറഞ്ഞിട്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കുക, 2G സ്കാം എടുക്കുക, ഒരു മലയാളിയാണ് ചെയ്ത്. അത് കോർട്ട് ഓഫ് ലോയിൽ ഇന്ത്യൻ കോർട്ട് തള്ളി കൂര കളഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു IO, ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറോട് ഞാൻ ചോദിച്ചു എന്തോ ഈ സംഭവം. കാരണം അയാൾ എൻ്റെ കേസിൻ്റെ ഒരു IO ആണ് പഴയ. അയാൾ പറഞ്ഞ് ആ കേസിനകത്ത് ഒരു ക്രാപ്പുമില്ലെന്ന്. കാരണം വെറുതെ വാചകമടിക്കുക. വാചകമടിക്കാതെ എവിഡൻസ്, കോർട്ടിൽ എവിഡൻസ് വേണം. വാചകവടിയിലൊന്നും സംഭവം നടക്കത്തൊന്നുമില്ല. ഇവിടെ ഉണ്ടാകുന്നത്, ഇവിടുത്തെ ചാനലിൽ നിന്നൊക്കെ ധാരണ എന്ന് പറയുന്നത് വാചകവടിയാണ് ജേർണലിസം. ഏത് സ്റ്റുഡിയോയിലിരുന്ന് അവനോട് പറയുന്നു, ഇവനോട് പറയുന്നു, ഇവനോട് പറയുന്നു, അവിടെ കിടന്ന് കടിപിടി ബഹളം കൂടുന്നു. ഇവരുടെ ധാരണ ഇതാണ് ജേർണലിസം. ഇത് ഒരു സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടുണ്ടാകുന്ന സംഭവം. അതാണ് അതിൻ്റെ പ്രധാന പ്രത്യേകതയെന്ന്. പക്ഷേ അതിനാണ്, അത് കാണാനാണ് ആളുകൾ കൂടുന്നത്. ഇതാണ് നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്. അതാണ് ശ്രീകണ്ഠൻ നായർ ഇവിടുത്തെയുള്ള ജേർണലിസ്റ്റുകളും പറയുന്നത് മഹത്തായ ജേർണലിസം. ഇനി വേറെ കാര്യം ചോദിച്ചിട്ട്, കേരളത്തെ ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ് ഈ സ്വർണ്ണക്കടത്ത്. ഇപ്പോഴാണ് കുറഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ പോളിസി കൊണ്ട്. ഇവിടുത്തെ ചില ചാനലൊന്ന് തുടങ്ങി പെട്ടെന്ന് എന്താ നിർത്തിയത്? ഈ ചാനലിനൊക്കെ അറിയാം. കാരണം അല്ലെങ്കിൽ ഇതിന് പരസ്യം കൊടുക്കുന്നവർ പറഞ്ഞു കാണൂ. കാരണം ഇത് ആരാ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇന്ന് വരെ ഏതെങ്കിലും ചാനലോ ഇവിടുത്തെ മീഡിയ പറഞ്ഞിട്ടുണ്ടോ ആരാണ് ഇതിൻ്റെ പുറകിലുള്ളത്? കാരണം വലിയൊരു കൂട്ടം പൊളിറ്റീഷ്യൻസും ഹൈലി ആയിട്ടുള്ള ബിസിനസ്സുകാരും കച്ചവടക്കാരും ഇതിൻ്റെ പുറകിലുണ്ട്. അതിനെ തൊടാൻ പറ്റത്തില്ല. തൊട്ട് കഴിഞ്ഞ നാളെ ഈ ചാനലും പത്രമൊക്കെ അതിൻ്റെ പരസ്യം മണ്ണാങ്കട്ടൊക്കെ നിന്നു പോവും. അതാണ് തൊടാൻ പറ്റാത്ത. അല്ല ഇത് എന്നെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ ശ്രീകണ്ഠൻ നായർ മലയാളത്തിൽ ചാനൽ കാണുന്നത് നിങ്ങളും മനസ്സിലാക്കുക. കാരണം ഇവർക്ക് പേടിയാ, ഭയങ്കര പേടിയാ. അതുകൊണ്ടാണ് തൊടാത്തത്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ, ശാരദ ഒരു ടാക്സി ഡ്രൈവറിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കൽക്കട്ടയിൽ നിന്ന്. ഏകദേശം സമയമെടുത്തു. ഈ തെഹൽക്ക ഓപ്പറേഷൻ അന്ന് ചിലവായ 11 ലക്ഷമാണ് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി. ഇതിന് ചിലവായത്, നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ 80 ലക്ഷം രൂപ ചിലവായത്. അതിന് ആ ടാക്സിയിൽ നിന്ന് കയറി ഒരു ഇംപെക്സ് എന്ന് പറഞ്ഞൊരു ഫേക്ക് കമ്പനി ഉണ്ടാക്കിയിട്ട് കൺസൾട്ടൻസി ആയിട്ട് ഞാൻ അപ്രോച്ച് ചെയ്തു. ഈ പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സും പോലീസുകാരും മുഴുവനും പണം മേടിച്ചു, എക്സ്പോസ് ചെയ്ത് കൈ കൊടുത്തു. ശാരദ, അതാണ് അവിടുത്തെ സ്കാം.
അപ്പോൾ എവിടെ കയറി പിടിച്ചു? സാക്ഷാൽ മമതാ ബാനർജി കയറി പിടിച്ചു. അപ്പം ഇവിടെ ഒരു ജില്ലാ കലക്ടർക്കെതിരെ, ഒരു SP-ക്കെതിരെ സ്റ്റോറി ചെയ്യാൻ കഴിയാത്തവന്മാരാണോ ഗ്ലോബലായിട്ട് പറയുന്നത് വിഡ്ഢികൾ? ഇത് നിങ്ങളെപ്പോലുള്ള മലയാളികൾക്ക് മനസ്സിലാകും. ഒരു എക്സ്പീരിയൻസ് ആയ ജേർണൽ എനിക്കറിയാം സംഭവം എന്തുകൊണ്ടാണ് ചെയ്യുക. കാരണം സ്വർണ്ണക്കടത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചെന്ന് വീഴുന്ന എവിടെ? ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് അതിനെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി. അത് UDF-ലും LDF-ലും BJP-ക്കകത്തുള്ളവർ. ഇതിൻ്റെ കാര്യം. ഇനി മറ്റൊരു സംഭവം, കേരളത്തിലെയും ചെറുപ്പക്കാർ പല വിദേശങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി വ്യക്തമായിട്ട് സ്റ്റോറി ചെയ്യുക, നല്ല ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. നല്ല ടീം വേണം. എൻ്റെ നല്ല ടീമും ഈ പറയുന്ന മാൻ പവറും അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ ഇല്ല. കാരണം ഞാനിത് ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പുല്ലൊക്കെ ഞാൻ പൊളിച്ച് കൈ ദൂരെ കൊടുത്തേനെ. ഈ പിണറായി വിജയനൊക്കെ ഓടിച്ചിട്ട് നാറ്റിച്ചേനെ. പല കേസുകളും നടക്കുന്നുണ്ടല്ലോ. ഇതിനെന്താ റിസൾട്ട് ഇല്ലാത്തത്? എവിഡൻസ് ഇല്ല. ഇത് ഏത് കോർട്ടിൽ പോയി പറയും? കാരണം എവിഡൻസ് ഇല്ല. അതാണ് കാര്യം. കാരണം എനിക്കിനി പഴയ പോലെ സ്റ്റിങ് ചെയ്യുന്നത്, കാരണം ഈ പറഞ്ഞ സ്ഥിതിക്ക് ഈ ശ്രീകണ്ഠൻ നായകത്ത് ഇത്രമാത്രം അയാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വേണേൽ കാണിച്ചു കൊടുക്കുക. ഇതിന് പല ടൂൾസ് ഉപയോഗിക്കും. സ്പൈ ക്യാമറ, അത് ഇതൊക്കെ മൾട്ടിപ്പിൾ ടൂൾസാണ് ഉപയോഗിക്കുന്നത്. കാരണം കോർട്ടിനത് പ്രൂവ് ചെയ്യുകയും ചെയ്യും, ജനങ്ങളിത് കാണുകയും ചെയ്യണം, ജനങ്ങളെ കൺവിൻസ് ചെയ്യണം. നിങ്ങളൊരു ക്ലിപ്പ് കാണും, പണ്ട് ബംഗാർ ലക്ഷ്മണിന് പൈസ കൊടുക്കുന്ന ക്ലിപ്പ്. ഡിഫൻസ് ഓഫീഷ്യൽസിന് സൗത്ത് ബ്ലോക്കിൽ പോയിട്ട് മനസ്സിലാക്കുക, ഇന്ത്യയുടെ സൗത്ത് ബ്ലോക്ക് പട്ടാളത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഇരിക്കുന്ന ബ്ലോക്കാണ്. അതിനകത്ത് ഒരു സെക്യൂരിറ്റി ഞാൻ കൈക്കൂലി കൊണ്ട് കൊടുത്തവന്. എന്നെ നിങ്ങളിത് പഠിപ്പിക്കരുത്. എന്തുവാ ജേർണലിസം? ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്ത സംഭവം. അല്ലെങ്കിൽ അന്തിച്ചർച്ചയും മണ്ണാങ്കെട്ട് അതാണ് ഇതാണ് തുള്ളിച്ചാടി ഗുഡ് ബൈ അല്ല. ഞാൻ ശ്രീകണ്ഠനാരെ കുറ്റം പറയുമല്ല. ശ്രീകണ്ഠനാരോട് ചോദിക്കട്ടെ, ലോകത്ത് ഏതെങ്കിലും ചാനലില്, ലോകത്ത് ന്യൂസ് ചാനലില് പാട്ട് പാടി നിർത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇവിടെ തനിക്ക് ഈ കോപ്പറിയത്തില്ല, അതിലെല്ലാം ഈ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി വിഡ്ഢിത്തരം കാണിക്കരുത്. ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോറാണ്. അത് കാണുന്നവർ അങ്ങനെയുള്ളവരാണ്. പാട്ടുപാടി 2 ആങ്കേഴ്സ് പാട്ടുപാടി അങ്ങ് നിർത്തും. പിന്നെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് 5 പെണ്ണുങ്ങളെ നിർത്തി അവരിന്നു. കാരണം എന്തുവാ? അയാൾക്ക് ഈ കച്ചവടം ശരിക്കും അറിയാം. അതിനകത്ത് എൻ്റർടൈൻമെൻറ്റ്, ന്യൂസും എന്നിട്ട് ഏറ്റവും മഹത്തരമായ ജേർണലിസം. അയാൾക്ക് ഈ സാധനം അറിയത്തില്ല. അതതിൻ്റെ കാര്യം. കാരണം അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ന്യൂസിൻ്റെ സംഭവമുണ്ട്. ഒരിക്കൽ ഇന്ത്യ ടുഡേ വെച്ച് അരുൺ പുരി അതിൻ്റെ വർക്ക് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു ഡിസ്കഷൻ നടക്കുക. അപ്പോൾ അവർ ഏത് രീതിയിലുള്ള പരസ്യങ്ങളാണ് സൈൻ ബോർഡും ഫ്ലക്സിലൊക്കെ വെക്കേണ്ടത്. അപ്പം ഒരു സജഷൻ പറഞ്ഞു ഒരു ആഡ് ഏജൻസി. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ന്യൂസ് ആങ്കേഴ്സിൻ്റെ ഫോട്ടോ വെച്ചു. അന്ന് അരുൺ പുരി പറഞ്ഞൊരു സംഭവമുണ്ട്, ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന ന്യൂസാണ്, ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന ന്യൂസ് ആങ്കേഴ്സിനെ അല്ല. അത് അപ്പോഴാണ് എനിക്ക് അതിൻ്റെ സംഭവം, ന്യൂസിനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്. ഇവിടെ കേരളത്തിൽ മുഴുവനും ന്യൂസ് ആങ്കേഴ്സിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. എന്ത് ഇൻ്റർനാഷണൽ ചാനൽ, നാഷണൽ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതിന് ഔട്ട്പുട്ട് ബേസ്ഡ് അല്ല ന്യൂസ്. ഔട്ട്പുട്ട് നിങ്ങൾ കാണുന്ന TV കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആങ്കേഴ്സ് അത് ബേസ്ഡ് അല്ല. അവരെല്ലാം ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട്, അതായത് അകത്ത് എന്താണ് നമ്മൾ തയ്യാറാക്കുന്ന ന്യൂസ്, അതിനാണ് പ്രാധാന്യം. ഔട്ട്പുട്ടിന് പ്രാധാന്യമില്ല. അത് സ്ക്രീനിൽ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻപുട്ട് ബേസ്ഡ് ന്യൂസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് സ്പെൻഡ് ചെയ്യണം. അതായത് ഞാൻ ഈ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ്, അതിന് പണം ചെലവുണ്ട്. ഈ പറയുന്ന ആൾക്കാർ മിടുക്കന്മാരായ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് ഡെഡിക്കേഷൻ കൊടുക്കണം, സമയം കൊടുക്കണം. ഭയങ്കര സ്റ്റോറീസ് ഉണ്ടാകും. കേരളത്തിൽ ഇഷ്ടം പോലെ സ്റ്റോറി ഉണ്ട്. ഇനി ഞാൻ ഈ പറയുന്ന വിദേശത്തോട്ട് പോകുന്ന ടോപ്പിക്ക് ഞാൻ പറഞ്ഞു, എന്താ പോകുന്നത്? എന്നിട്ട് ഇവർക്കെതിരെ ഇത്രയും പേര് പോകുന്നു വിദേശത്ത്, കള്ളത്തരം രീതിയിലും അമേരിക്കയിലും പലയിടത്തും പോകുന്നു. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ അവിടെ പോകുന്ന ഏജൻസികളുണ്ടല്ലോ, സാന്റാ മോണിക്ക, അത് ചള്ളി ചവർന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്യാത്തത്? ഇൻവെസ്റ്റിഗേറ്റീവ് ഇവരെല്ലാം പണം കൊടുക്കുന്നുണ്ട് പരസ്യം. കാരണം ഇവരുടെയൊക്കെ പുറകിൽ ആൾക്കാരുണ്ട്. നിങ്ങൾ കണ്ടില്ലേ സാന്റാ മോണിക്ക എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്തത്? ഇതെല്ലാം മാറ്റർ ചെയ്യും. കാരണം ഒരു സംഭവത്തിൽ നിന്ന് പോയി കഴിഞ്ഞ് ചെന്ന് വീഴുന്നത് പൊളിറ്റീഷ്യൻസും സീനിയർ ബ്യൂറോക്രാറ്റ്സും ഈ കള്ളന്മാരുവാ. അതിനെ എക്സ്പോസ് ചെയ്ത് ഇമാർക്ക് പേടിയ
ഇവർക്ക് കേസും ഇങ്ങനെയുള്ള സംഭവം പേടിയ. ഇങ്ങനെ തുള്ളിച്ചാട്ടം ചാടി ഡിബേറ്റ് നടത്തിയ പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിൾ. ഇതായതിൻ്റെ കാരണം. അല്ലാതെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മലയാളത്തിലുള്ള പല ജേർണലിസ്റ്റുകൾക്ക് ഈ സാധനത്തെ പറ്റി വലിയ പിടിയൊന്നുമില്ല. ഈ പറയുന്ന പല ന്യൂസ് ആങ്കേഴ്സിൻ്റെ അവരുടെ ഫേസൊക്കെ വെച്ച് അടിച്ചു വരും. ഇവന്മാർക്ക് ഇത് അറിയത്തൊന്നുമില്ല. ഇത് ഒരു നല്ല സ്റ്റോറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്തായിട്ട് പഠിക്കണം. ഈ സാധനം ഏറ്റവും ഇസഡ് കാര്യങ്ങൾ പഠിക്കണം. പോസ് ആൻഡ് കോൺസ് അതും ഇതും നമ്മൾ അത് ശരിക്കും ഹോംവർക്ക് ചെയ്യണം. നിങ്ങൾ മനസ്സിലാക്കി. ഈ നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. ഞാൻ 4-5 മാസം കൊണ്ടാണ് ചെയ്തത്. മെനക്കെട്ട് അതിൻ്റെ പുറകെ നടന്നാ ചെയ്ത്. എടപ്പാടി പളനിസ്വാമിക്കെതിരെ 5 പേര് കൊല ചെയ്യപ്പെട്ട കോടനാട് എസ്റ്റേറ്റ് 2 മാസം കൊണ്ടാണ് ചെയ്തത്. പുറകെ നടന്നാ പൊക്കിയത്. ആദ്യം എനിക്കെതിരെ സ്റ്റോറി വന്നു അവിടുത്തെ ഗവൺമെൻറ്. പിന്നീട് അവർ ഗവൺമെൻറ് വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പല ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. എന്താ സംഭവം? ബാൽ ധാക്കറെ അയാൾ കള്ളനാന്ന് പറഞ്ഞു. അയാൾ അവിടെ റൈറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഇത് പറയുന്നത്. പേടി. എനിക്ക് എന്തിനാ പേടിക്കുന്നത്? എന്തിനായി പേടിക്കുന്നേ? കാരണം എനിക്ക് എൻ്റെ മുമ്പിലുള്ളത് ജനങ്ങളാണ്. ഞാൻ രാഷ്ട്രീയക്കാരനാകാൻ വേണ്ടിയല്ല. പക്ഷെ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആരാണ് ഇവരെ സഹായിക്കുന്നത്? ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് സഹായിക്കുന്നത്? ഏത് മീഡിയയാണ് ഇവരെ സഹായിക്കുന്നത്? എവിടുന്നാണ് ഇത്രയും പണം വരുന്നത്? നിങ്ങളറിയും. അത് ചെയ്യുക എന്നുള്ളത് ഒരു ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ കടമയാണ്. അതുപോലും അറിയാത്ത പമ്പര വിഡ്ഢികളാണ് മലയാളം ചാനലിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് മുഴക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ ഈ രാജഗോപാൽ എടുത്ത് അലക്കിയപ്പോൾ പല ആൾക്കാർക്ക് സന്തോഷം കാണും. പല ആൾക്കാർക്ക് മനസ്സിലായില്ല സ്റ്റോറി എന്താ, ചർച്ച എന്തുവാന്ന് മനസ്സിലാക്കുക. ഈ മലയാളം ചാനലിലൊക്കെ നടക്കുന്ന ചർച്ചകളാണ്. അതായത് സ്റ്റോറീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കാത്തതിൻ്റെ കാരണം യുവമാർക്കൊക്കെ പേടിയാണ്. പേടി വെച്ചാൽ അതിഭയങ്കരമായിട്ട് പേടിയാണ്. അതാണ് അതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ സത്യം.